നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. പത്തനംതിട്ട റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരുവല്ലയിൽ തുടക്കമായി. തിരുവല്ല MLA മാത്യു ടി തോമസ് അധ്യക്ഷത വഹിച്ചു. കുഞ്ഞുങ്ങളെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിടാതിരിക്കാൻ അധ്യാപകരും മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ മാത്യു ടി തോമസ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഇന്നത്തെ മുഖ്യ അതിഥി ബഹുമാനിയായ ആരോഗ്യ മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി രാജപ്പനടക്കം വേദിയിലുള്ള ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത്തവണയും തിരുവല്ലയിൽ വെച്ച് പത്തനംതിട്ട ജില്ലാ സ്കൂൾ കലോത്സവം നടത്താൻ തീരുമാനിച്ച് ക്രമീകരണം ചെയ്ത് അതിൽ അത്യുത്ഥാനം ചെയ്ത എല്ലാവരെയും ഞാൻ ഹൃദയംഗമായി അഭിനന്ദിക്കുകയാണ്. ഇത്തരം കലോത്സവങ്ങളിൽ അധ്യക്ഷ പ്രസംഗത്തിന് വലിയ പ്രാധാന്യമില്ല, പ്രസക്തിയില്ല എന്ന നല്ല ബുദ്ധി എനിക്കുണ്ട്. ഗിന്നസ് ബുക്കിൽ പേര് വന്നാലും വന്നില്ലെങ്കിലും ഇത്തവണ ദീർഘമായ പ്രസംഗത്തിന് ഞാനിപ്പോൾ മുതിരുന്നില്ല. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക്, നമ്മുടെ എല്ലാ കുട്ടികൾക്കും അവരവരിൽ കുടികൊള്ളുന്ന പ്രത്യേകമായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനുള്ള വേദികളാണ് കലോത്സവങ്ങൾ. കഴിവില്ലാത്തവരായി ആരും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ എന്ത് വസ്തു ഉപയോഗിച്ചാലും അത് കുറഞ്ഞു വരും. ഞാൻ സാധാരണ കലോത്സവങ്ങളിൽ പറയുന്ന കാര്യമാണ്. ഏത് വസ്തു ഉപയോഗിച്ചാലും ഉപയോഗിക്കും തോറും കുറഞ്ഞു വരുമെങ്കിലും മനുഷ്യൻ്റെ കഴിവുകൾ ഉപയോഗിക്കാതിരുന്നാൽ നഷ്ടപ്പെടുകയും ഉപയോഗിക്കും തോറും വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ കുട്ടികളിലുള്ള വ്യത്യസ്തമായ കഴിവുകൾ വർദ്ധിച്ചു വരാനുള്ള അവസരങ്ങൾ അവർക്ക് നൽകിക്കൊടുക്കുന്നതായിരിക്കട്ടെ കലോത്സവങ്ങൾ. അനാവശ്യമായ വിവാദങ്ങളിൽ കുട്ടികളെ വലിച്ചെടുക്കാതിരിക്കാൻ അധ്യാപകരും മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആരോഗ്യകരമായ മത്സരം നടക്കട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവരവരിലെ കഴിവുകൾ വരുവാനുള്ള അവസരങ്ങളായി മാത്രം കലോത്സവത്തെ കാണുക. സമ്മാനം പിടിച്ചെടുത്തേ അടങ്ങൂ എന്ന വാശി ഉപേക്ഷിച്ച് നല്ല ആരോഗ്യകരമായ മത്സരം കാഴ്ചവെക്കുന്ന ഒന്നാവട്ടെ ഇത് എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഈ ആശംസയോടുകൂടി എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.